ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ SCERT ഭാഗം 2-ലെ ചാപ്റ്റർ 8 ആണ്. അപ്പം നാടറിയാം. ഓക്കെ. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്നു നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വനും അമ്മേ എന്ന് പറയുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം കവിതയിലെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കണം. കേരളത്തെക്കുറിച്ച് അത്രയും മനോഹരമായ വേർഡുകളാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതയാണിത്. അതുപോലെ തന്നെ മാതൃവന്ദനം എന്ന് പറഞ്ഞത് വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത്, ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ ആണ്. ഓക്കെ. ഇനി ഇവിടുന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി കർണാടകം ആൻഡ് തമിഴ്നാടുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ നമ്മുടെ തീരപ്രദേശം ലക്ഷദ്വീപിന് കടലിനോട് സമീപത്താണ്. അതുപോലെ തന്നെ തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്ററിന് താഴെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തീരപ്രദേശം എന്ന് പറയുന്നത്. അതേസമയം ഇടനാട് എന്ന് പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട്. മലനാട് 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശമാണ്. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? തീരപ്രദേശം, ഇടനാട്, മലനാട്. ഓരോ ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. തീരപ്രദേശം എത്രയാണ്? 7.5 മീറ്ററിന് താഴെയാണ്. ഇടനാട് എന്ന് പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. മലനാട് 75 മീറ്ററിന് മുകളിലാണ്. ദെൻ നമ്മൾ തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അതുപോലെ തന്നെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം തീരപ്രദേശമാണ്. ഇനി അടുത്തത് മലനാടാണ്. മലനാടിൽ ഇമ്പോർട്ടന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു തന്നെയാണ്. 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. അവിടെ കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. അതുപോലെ തന്നെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്, ഹരിതാപമായിട്ടുള്ള പ്രദേശമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലനാടാണ്. നമ്മുടെ സഹ്യനിൽ നിന്നാണ് നമ്മുടെ 44 നദികളും ഉത്ഭവിക്കുന്നത്. ഇനി അടുത്തത് ഇടനാടാണ്. ഇടനാട് എത്ര മീറ്ററിന് ഇടയിലാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിന്റെയും 75 മീറ്ററിനും വരെയുള്ള പ്രദേശമാണ് എന്ന് പറയുന്നത് ഇടനാട് എന്ന് പറയുന്നത്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ്. അപ്പൊ ഇടനാടിന്റെ സവിശേഷതയാണ് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും. ഇനി തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ഓക്കെ. 7.5 മീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത് കടൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും. ഓക്കെ. ഇമ്പോർട്ടന്റ് ആണിത്. ഇനി കേരളം രാഷ്ട്രീയ ഭൂപടാണ്. ഓരോ ജില്ലയിൽ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങള്, തീരപ്രദേശമുള്ള ജില്ലകള്, 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ. ഓക്കെ. അത് നമുക്ക് ഇടുക്കിനെ ആദ്യം പറയാം. ഇടുക്കി എന്ന് പറയുന്നത് പൂർണ്ണമായും മലനാട് ഭൂപ്രകൃതി കാണപ്പെടുന്ന ജില്ലയാണ് അല്ലേ? പൂർണ്ണമായും മലനാട് ഭൂപ്രകൃതി കാണപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. നമ്മുടെ 9 ജില്ലകൾ തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലകളാണ്. അതുപോലെ തന്നെ 3, അതായത് മലനാടും തീരപ്രദേശവും ഇടനാടും ഉള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഉള്ള ജില്ലകളാണ്. ഏതൊക്കെയാണത്? കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം, തൃശ്ശൂര്, എറണാകുളം, ദെൻ കൊല്ലം, തിരുവനന്തപുരം എന്നിവയാണ് എന്ത് പറയുന്നത്? പൂർണ്ണമായും മലനാടും ഇടനാടും തീരപ്രദേശവും കാണപ്പെടുന്ന ജില്ലകൾ. ഓക്കെ. 3 പ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം, തൃശ്ശൂര്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥയാണ്. നമുക്ക് പ്രധാനമായിട്ടും
ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ നമുക്ക് 2 മഴക്കാലങ്ങളാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷവും വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷവും. ഇമ്പോർട്ടന്റ് ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭൂരിഭാഗം മഴ ലഭിക്കുന്ന ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഓക്കെ, കേരളത്തിൽ അത്യാവശ്യം നല്ല മഴ കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുക. അപ്പൊ കടലിൽ നിന്ന് കരയിലോട്ട് വീശുന്ന കാറ്റാണ് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസം ഇമ്പോർട്ടന്റ്. അത് ഇവ കടലിൽ നിന്ന് വീശുന്നതിനാൽ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഇവയെ ആര് തടഞ്ഞു നിർത്തും? പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തിയിട്ട് കേരളത്തിലെ ഉയർന്ന തോതിൽ മഴ ലഭിക്കും. ഓക്കെ, ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഈ മഴക്കാലം അറിയപ്പെടുന്നത് കാലവർഷം എന്നാണ്. ഓക്കെ, കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഭൂമധ്യരേഖയുടെ വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന കാറ്റ്. ഇവ ഈർപ്പരഹിതമായിരിക്കും. പശ്ചിമഘട്ട മലനിരകൾ അവയെ തടഞ്ഞു നിർത്തുന്നു. കേരളത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നത് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിലാണ്. ഓക്കെ, ഇനി അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയായി വടക്കു കിഴക്കിൽ നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയുന്നു. ഈ കാറ്റുകൾ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലൂടെ പോകുന്നു. അങ്ങനെ അവ ഈർപ്പപൂരിതമാവുന്നു. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുന്നു. ഈ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്നതാണെന്ത്? തുലാവർഷം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ വേനൽക്കാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. കേരളത്തിലെ വേനൽക്കാലം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? മാർച്ച് മുതൽ മെയ് വരെയാണ്. ഓക്കെ, ഇക്കാലത്ത് ചൂട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഇടയ്ക്ക് നമുക്ക് ചൂടിന്റെ തീവ്രത കുറയ്ക്കാൻ മഴയും പെയ്യുന്നുണ്ട്. ഇനി മണ്ണേ നമ്പി ലേലയ്യ എന്ന് പറയുന്ന പാട്ട് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. ഓക്കെ, മണ്ണേ നമ്പി ലേലയ്യ എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. ഇനി മണ്ണെന്ന് പറയുന്നത് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. പാറ പൊടിഞ്ഞ മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ട് നടക്കുന്നതാണ്. ഓക്കെ, ഇവിടെ പിന്നെ ഇമ്പോർട്ടന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി മണ്ണെന്ന് പറയുന്നത് ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവിയുടെ പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടുത്താൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ മണ്ണ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവ. ഓക്കെ, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവ ചില പ്രദേശങ്ങളിൽ കേരളത്തിലെ കാണപ്പെടുന്നു. അപ്പൊ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ്. അതുപോലെ തന്നെ കറുത്ത മണ്ണും പീറ്റ് മണ്ണും കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ആദ്യം ചെങ്കൽ മണ്ണാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടീച്ചറുടെ സഹായത്തോടെ കൂടുതൽ വിവരങ്ങൾ. ഓക്കെ, മണ്ണിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. അപ്പോൾ ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്. അമ്ലഗുണ സ്വഭാവമാണ്, ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിലാണ്. ചെമ്മണ്ണ് എന്ന് പറയുന്നത് റെഡ് സോയിൽ. അതിൽ തന്നെ ഉണ്ട് ഇരുമ്പിന്റെ അംശം. ഓക്കെ, ഇരുമ്പിന്റെ അംശം കാണപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് എന്ന് പറയുന്നത്. ഇത് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി എക്കൽ മണ്ണുണ്ട്, അലുവിയൽ സോയിൽ വളക്കൂറുള്ളതാണ്. നദീതീര തടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അടുത്തത് വനമണ്ണ്, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് വനമണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമ്ലാംശം ഉണ്ട്, നൈട്രജനും ഇതിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തത് പീറ്റ് മണ്ണ് ഇമ്പോർട്ടന്റ് ആണ്. ചതുപ്പ് നിലയങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായമായ മണ്ണാണ് എന്ന് പറയുന്നത് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഇനി കറുത്ത മണ്ണുണ്ട്. കറുത്ത മണ്ണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, നിലക്കടല പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മണ്ണാണ് ഇതെന്ന് പറയുന്നത്. കറുത്ത മണ്ണ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലുകയാല, തട്ട് കൃഷികൾ എന്നിവയൊക്കെ മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. അപ്പൊ ഡിസംബർ 5 ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മണ്ണ് സംരക്ഷണ ദിനമാണ്. മണ്ണ് സംരക്ഷണ ദിനം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട്
UN മണ്ണ് വർഷമായിട്ട് ആചരിച്ചത്. ഓക്കെ, മണ്ണ് വർഷം 2015. ഓക്കെ, അപ്പൊ ഡിസംബർ 5-നാണ് മണ്ണ് സംരക്ഷണ ദിനം. മണ്ണ് സംരക്ഷണ ദിനം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 5-ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് 2015-ലാണെന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കേരളത്തില് 44 നദികൾ ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി നിന്നാണ്. ഓക്കെ, നമുക്കറിയാം സഹ്യനൊക്കെ എവിടെയാണ്. അപ്പോൾ കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഇനി ഇതിൽ പറയുന്നത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ കണ്ടെത്തുക. അപ്പോൾ കേരളത്തിൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നത് ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്നു ജലാശയങ്ങൾ മലിനപ്പെടുന്നതോടെ. അതോടുകൂടി അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിവിധ സർക്കാർ പദ്ധതികളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരള മിഷന്റെയാണ് പദ്ധതിയാണ്. ഓക്കെ, ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി ഹരിത കേരള മിഷന്റെ അണ്ടറിലുള്ള പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യങ്ങൾ കൂടി അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹരിത കേരളം എന്ന് പറയുന്നത് തോടുകളും നീർച്ചാലുകളും, ഓക്കെ, തോട്, നീർച്ചാലുകൾ എന്നിവ മലിനമാകാതെ അവയെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് അവരുടെ നീരൊഴുക്ക് തടയുന്നതൊക്കെ മാറ്റിക്കൊണ്ട് ശുചീകരിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് പറയുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരളം മിഷന്റെ അണ്ടറിലുള്ളത്. അടുത്തത് മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതിയാണ്. അവരാണ് ഇത് നിർവഹിക്കുന്നത്, മാലിന്യമുക്തം നവകേരളം. അപ്പൊ അവിടെ എന്താണ്? ഇത് തന്നെയാണ്, മാലിന്യ സംസ്കരണമാണ് മെയിനായിട്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, മാലിന്യം സംസ്കരിക്കുക എന്നുള്ളതാണ് മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി ഇടുന്നത്. ഓക്കെ, ഈ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ അണ്ടറിൽ ഒരു ആപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹരിതമിത്ര ആപ്പ്. ഓക്കെ, ഹരിതമിത്ര ആപ്പ്. ഓക്കെ, അത് മാലിന്യമുക്ത നവകേരളത്തിന്റെ അണ്ടറിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുള്ളതാണ്. അടുത്തത് തെളിനീരൊഴുകും നവകേരളം. എന്താണ്? തെളിനീരൊഴുകും നവകേരളം. ഇതും എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. ഓക്കെ, 2 നവകേരളം എന്ന് പറയുന്ന പദ്ധതികൾ, മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന്റെ നിർവഹണം കൊണ്ടുപോകുന്നത്. ഓക്കെ, നിർവഹിക്കുന്നത്. അടുത്തത് ജൽജീവൻ മിഷൻ ആണ്. ഓക്കെ, തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്നത് ഏറ്റവും വലിയവയായിട്ടുള്ള കായൽ, നദി, ഓക്കെ, ഇങ്ങനെയുള്ള വലിയ ജലസ്രോതസ്സുകൾ ശുചീകരിക്കുന്ന പരിപാടിയാണ് എന്ത് പറയുന്നത്? തെളിനീരൊഴുകും നവകേരളം എന്ന് പറഞ്ഞ പദ്ധതിയുടെ അണ്ടറിലുള്ളത്. അടുത്തത് ജൽജീവൻ മിഷൻ ഉണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. അത് 55 ലിറ്റർ വെള്ളം ടാപ്പ് കണക്ഷൻ വഴി വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 55 ലിറ്റർ വെള്ളം ടാപ്പ് കണക്ഷൻ വഴി അംഗനവാടികൾക്കും സ്കൂളുകൾക്കും എത്തിക്കുക എന്നുള്ളതും ഈ ജൽജീവൻ പദ്ധതിയുടെ അണ്ടറിലുണ്ട് കേട്ടോ, സ്കൂളുകൾക്കും. ഓക്കെ, അപ്പൊ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. 55 ലിറ്റർ വെള്ളം ടാപ്പ് കണക്ഷൻ വഴി വീടുകളിലേക്കും സ്കൂളുകൾക്കും അംഗൻവാടികളിലേക്കും എത്തിക്കുക എന്നുള്ള രീതി. അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ളതാണ് മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്നത്. തെളിനീരൊഴുകും നവകേരളം കായൽ, നദി പോലുള്ള വലിയ ജലസ്രോതസ്സുകൾ ശുചീകരിക്കുന്ന പ്രക്രിയയാണ്. മാലിന്യ സംസ്കരണമാണ് മെയിനായിട്ട്. അടുത്തത് ഹരിത കേരളം മിഷന്റെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി നീർച്ചാലുകളും തോടുകളും ഒക്കെ എന്ത് ചെയ്യാം? വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പീരുമേട്ടിലും വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരിയിലും തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലും തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. എവിടേക്കാണ്? ഇടുക്കി ജില്ലയിൽ എവിടെയാണ്? മൂന്നാറും പീരുമേടിലും, വയനാട് ജില്ലയിലെ മേപ്പാടിയിലും വൈത്തിരിയിലും, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലും എന്ത് ചെയ്യുന്നു? തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. അതേസമയം പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലുമാണ് നെൽകൃഷി വ്യാപകം. ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒഴുകുന്നു. അപ്പോൾ തേയില, ഏലം, കാപ്പി, കുരുമുളക് പറയുന്ന സുഗന്ധവ്യഞ്ജനങ്ങളോട് കൂടിയിട്ടുള്ള ഈ വിളകളൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? മലനാടിലാണ് കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. കാരണം എന്താണ്? മലനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ തണുത്ത കാലാവസ്ഥയാണ്, ചെരിവാർന്ന ഭൂപ്രകൃതിയാണ്. ഇത് കാരണം തേയില, ഏലം, കാപ്പി, കുരുമുളക് വിളകൾ അവിടെ അനുകൂല സാഹചര്യം ഒരുങ്ങി വളരുന്നു. ഇനി ഉള്ളത്
മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷി, റബ്ബർ കൃഷി വ്യാപകമാകുന്നു. അപ്പൊ ഇടനാട്ടിലുള്ളത് മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ വാഴ കൃഷിയും റബ്ബർ കൃഷിയുമാണ് ഇടനാട്ടിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം വാഴകൃഷിയും റബ്ബർ കൃഷിയും ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇടനാടാണ്. അതുപോലെ തന്നെ തീരപ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണും സഹായകമാണ്. കായലുകൾ അവിടെ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീരപ്രദേശത്ത് എക്കൽ മണ്ണിന്റെ സാന്നിധ്യം അല്ലെ, നമുക്കറിയാം തീരപ്രദേശത്താണ് എക്കൽ മണ്ണിന്റെ സാന്നിധ്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഉപ്പുരസമുള്ള മണ്ണ് തെങ്ങ് സമൃദ്ധമായി വളരുന്നതിനും സഹായിക്കുന്നു. അപ്പൊ തീരപ്രദേശത്തിലുള്ളത് നെൽകൃഷി ആൻഡ് തെങ്ങ്. പിന്നെ മത്സ്യകൃഷി കായലുകളിലും ചെയ്യുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് അറിയാമല്ലോ. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. അപ്പോൾ വിളവെടുപ്പ് ഉത്സവങ്ങളാണ് ഓണം, വിഷു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വയലുകളിൽ നമ്മൾ കാളപ്പൂട്ട് മത്സരങ്ങളും വള്ളംകളിയൊക്കെ നമ്മുടെ കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളാണ്. ഓക്കെ, മത്സരങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? വള്ളംകളിയും കാളപ്പൂട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കേരളത്തിൽ വിഷു, ഓണം എന്ന് പറയുന്നത് ഭൂപ്രകൃതിയിൽ നിന്ന് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വിളവെടുപ്പ് ഉത്സവങ്ങളാണ്. അതുപോലെ ജലാശയങ്ങളിൽ നടത്തുന്ന മത്സരങ്ങളാണ് വള്ളംകളി, കാളപ്പൂട്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യമാണ്, എവിടൊക്കെ ഏതൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മലനാട്ടിലാണെങ്കിൽ തേയില, റബ്ബർ കൃഷികളാണ്. ഓക്കെ, തേയില റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? മലനാട്ടിലാണ്. അതുപോലെ ഇടനാട്ടിലുമാണ് റബ്ബർ, മൺപാത്രം, നെൽകൃഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇടനാട്ടിൽ എന്ത് ചെയ്യുന്നു? റബ്ബർ, മൺപാത്രം, നെൽകൃഷി. തീരപ്രദേശത്ത് മീൻപിടുത്തം, തൊണ്ട് തല്ലൽ, നെൽകൃഷി എന്നിവയും ചെയ്യുന്നു. അപ്പം മലനാട്ടിലെ പ്രധാന കൃഷിയാണ് തേയില, റബ്ബർ. ഇടനാട്ടിൽ റബ്ബർ, മൺപാത്രം, നെൽകൃഷി. തീരപ്രദേശത്ത് മീൻപിടുത്തം, തൊണ്ട് തല്ലൽ, നെൽകൃഷി എന്നിവ തീരപ്രദേശം കാണുന്നു. ഇനി കേരളത്തിൽ ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തമാണ്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പ്രകൃതി ദുരന്തം? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. ഈ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇനി 2004 ഉണ്ടായ സുനാമി കേരളത്തിന്റെ വലിയ കെടുതികൾക്ക് കാരണമാക്കി. ഓക്കെ, കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം ഏതായിരുന്നു? 2004. ഇമ്പോർട്ടന്റ് ആയിരുന്നു കേരളത്തിൽ സുനാമി. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് 2019. 2018 നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, പ്രളയം ഉണ്ടായിട്ടുണ്ട് അല്ലെ, പ്രളയം. ഓക്കെ, അപ്പൊ കവളപ്പാറ ഉരുൾപൊട്ടൽ 2019, 2018 പ്രളയം, കവളപ്പാറ ഉരുൾപൊട്ടൽ 2019, പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020. 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020. അതിൻ്റെ ഇടയിൽ നമുക്കറിയാം വേറെയും ദുരന്തങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇനി 2018 പ്രളയം, ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി പ്രകൃതി ദുരന്ത നിവാരണ വകുപ്പുകളാണ് അതിന്റെ സംവിധാനങ്ങളും. ഓക്കെ, സർക്കാർ വകുപ്പുകളും സംവിധാനം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ, അതായത് പിണറായി വിജയനാണ്. ഓക്കെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ കെ രാജനാണ്, അതായത് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിൽക്കുന്നത്, കെ രാജൻ. ഓക്കെ, ഇമ്പോർട്ടന്റ്. അതുപോലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ ആണെന്നുള്ളതൊക്കെ. ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് സുരക്ഷാ അയനമാണ്. ഓക്കെ, സുരക്ഷാ അയനം എന്നുള്ളതാണ് മോട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ്. ഓക്കെ, ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ.